അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി കണ്ടോ ഇവിടെ ഈ ബാക്കിൽ കാണുന്ന കാട് അങ്ങനെ നമ്മൾ വെട്ടി വൃത്തിയാക്കിയിട്ട് നമ്മൾ ഇവിടെ ഒരു പാമ്പിന് ഉണ്ടാക്കാൻ പോണ്. നമ്മളെ ക്യാമറമാനെ കിട്ടിയില്ല, ക്യാമറമാൻ്റെ അമ്മേനെ കിട്ടി. അപ്പോൾ ഞാൻ എന്താ നമ്മുടെ വാഴക്കൊലയൊക്കെ ഉണ്ട്, അതൊക്കെ വെട്ടിയെടുത്തിട്ട് നമ്മൾ വൃത്തിയാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വാഴക്കൊല വെട്ടിയെടുക്കാം കണ്ടോ. അപ്പോൾ ഇത് ഉപ്പേരിക്ക് പറ്റും തോന്നുന്നു. അപ്പോൾ നമുക്ക് ചേച്ചിയുടെ അടുത്ത് കൊടുത്തേക്കാം, ആൾ കൊണ്ടുവന്ന് പറഞ്ഞേക്കണം. അപ്പോൾ അതിൻ്റെ ഉടലൊക്കെ വരാൻ വേണ്ടി നമ്മൾ കറക്റ്റ് ഷേപ്പാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അത് നമ്മൾ മണ്ണൊക്കെ ഒറ്റിയിട്ട് ഇങ്ങനെ ഇടണം. ഇതിൻ്റെ ആവശ്യമില്ലാത്ത വരാം. നമ്മുടെ പാമ്പിൻ്റെ ഏതാണ്ട് പാതികളൊക്കെ ഇവിടെ റെഡി ആവണം. അങ്ങനെ ഷേപ്പ് കിട്ടുമോ നോക്കണം കേട്ടോ. ഇപ്പം ഇങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ ചെയ്ത് വെക്കണം. അപ്പോൾ അതിൻ്റെ ഷേപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ മണ്ണൊക്കെ പകുതി അങ്ങനെ കൊത്തിയിട്ടുണ്ട്. മുഴുവനായിട്ടില്ല, നമ്മുടെ പകുതിയായിട്ട് കൊത്തിയിട്ടുള്ളൂ. പുറത്തൊക്കെ നല്ല മഴയാണ്, അത് കാരണം കൊണ്ട് പാമ്പിൻ്റെ വർക്കൊന്നും ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല. പാമ്പ് എന്തായിക്കാണെന്ന് എനിക്കറിയില്ല. നമ്മൾ മഴ പോയിരുന്നൊക്കെ പോയി നോക്കട്ടോ. കേട്ടോ നല്ല മഴ കേട്ടോ. പാമ്പൊക്കെ നനഞ്ഞു കുഞ്ഞിലൊന്നും തൊടാൻ കൂടി പറ്റില്ല നമുക്ക്. തൊട്ട് കഴിഞ്ഞാൽ ഉള്ളതൊക്കെ പോവും. അപ്പോൾ നമ്മുടെ വാലിൻ്റെ അവിടെയൊക്കെ വെള്ളം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ മഴയായത് കാരണം കൊണ്ട് നമുക്ക് ഇന്നലെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ പണിയൊക്കെ നിർത്തിയിട്ട് പോയി. അപ്പോൾ നമ്മൾ എല്ലാ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാലിൻ്റെ ഭാഗത്ത് തന്നെ അങ്ങ് തുടങ്ങാട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ പിള്ളേരൊക്കെ കൂടിയുണ്ട്, നമ്മുടെ ക്യാമറമാനൊക്കെ കൂടിയിട്ടാ. അപ്പോൾ ഇന്ന് ചെക്കന്മാർ സ്കൂളിലേക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ കൂടെയുണ്ട്, അതാ കണ്ടില്ലേ നമ്മുടെ ക്യാമറമാനോടെ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏതാണ്ട് പാമ്പിൻ്റെ നടുവരെ എത്തിയിട്ടുണ്ട്. ബാക്കി ആ ഷേപ്പൊക്കെ നമ്മൾ അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടുന്ന് കുറച്ചും കൂടി ഉള്ളൂ. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാവും നോക്കി നോക്കാട്ടോ. ഇങ്ങനെ നമ്മൾ ഷേപ്പില്ല, ഈ ഷേപ്പ് കിട്ടാൻ വേണ്ടി നമ്മളെ സൈഡ് കറക്റ്റായിട്ട് നമ്മളിങ്ങനെ ചെയ്യണം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അതിനുള്ളൊരു ചന്തം കിട്ടും. അപ്പോൾ നമ്മുടെ ചെക്കനക്കട മാതിരി പണിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏതാണ്ട് പണിയൊക്കെ കഴിഞ്ഞു, അവിടെയൊക്കെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് കിട്ടാനുള്ള തലയാണ്. അപ്പോൾ നമുക്ക് നേരെ തല നമുക്ക് ശരിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം തല എങ്ങനെ സെറ്റപ്പ് ആക്കുന്നു. അപ്പം നമ്മളിത് ഇവിടെ വൈറ്റ് സിമെൻ്റൊക്കെ കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാമ്പിൻ്റെ മേലെ അടിക്കാൻ തുടങ്ങാം. ഒറ്റയ്ക്ക് ആയത് കാരണം കൊണ്ട് തന്നെ നമ്മൾ അടിക്കാമെന്ന് എടുക്കാൻ വീഡിയോ എടുക്കാമെന്ന് ആളില്ല. അതൊക്കെ നമ്മൾ കട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണുക.
അപ്പോൾ പാമ്പിൻ്റെ മേലടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാവി അലക്കണം. അപ്പോൾ നമ്മൾ കാവി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ ആ പാമ്പിൻ്റെ മേലെ ആ ഭാഗം കണ്ടില്ലേ, അവിടെയൊക്കെ നമുക്ക് അടിക്കാൻ കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം അടിച്ചിട്ട് എങ്ങനെ ഉണ്ടാവുന്നു. അപ്പോൾ പാമ്പിനെ കണ്ണായിട്ട് 2 രൂപ ഒരു മിഠായി മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലത്തെ മിഠായിയൊക്കെ ഞാൻ തിന്നു. അപ്പോൾ കൂട്ടിയൊന്നും കിട്ടാത്ത കാരണം കൊണ്ട് നമ്മൾ ഇതാണ് കണ്ണായിട്ട് വെക്കാൻ പോകുന്നത് കേട്ടോ. കണ്ടോ നമ്മുടെ പാമ്പൊക്കെ അവിടെ സെറ്റപ്പ് ആയിട്ടുണ്ട്. കണ്ടോ നമ്മളെ പിള്ളേരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കിത് കണ്ണിൽ സെറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമുക്ക് കുറച്ച് കിട്ടിയ സ്ഥലത്താണ് നമ്മൾ ഈ പാമ്പിൻ്റെ വർക്കൊക്കെ ചെയ്ത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് മാത്രമേ ഉള്ളൂ. അത് എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ എന്നെ നോക്കി പറയണം എങ്ങനെയുണ്ടെന്ന്. ഞാൻ 2 പിള്ളേർക്ക് കൂടി ചെയ്തതാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു, അത്രയും ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ മികച്ച വീഡിയോകളായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.